ചുരിദാറിനൊക്കെ ഇടാൻ പറ്റിയ പോക്കറ്റ് വെച്ച പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് പാൻറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് എന്തായാലും മനസ്സിലാവും. പാൻറ്റ് ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് കഴിയും. വെറും 10 മിനിറ്റ് വേണ്ട ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ 10 മിനിറ്റേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ തുണി രണ്ടാക്കി മടക്കിയിട്ടാണ് ഈ വിരിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കാം. ഇതേപോലെ നല്ലോണം ഒപ്പിച്ച് മടക്കി വെച്ചിട്ട് നിങ്ങളുടെ ഒരു അളവിനുള്ള പാൻറ് എടുത്തിട്ട് ഇതേ രീതിയിൽ ഈ തുണിയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പാൻറ്റിൻ്റെ അതേ ആകൃതിയിൽ ചോക്ക് കൊണ്ട് ഇത് ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇതേപോലെ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം വരച്ചു കൊടുക്കാൻ. ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വരച്ചു കൊടുക്കാം. ഇനി പാൻറ്റിൻ്റെ അടിഭാഗത്ത് ഈ ഇറക്കം വരുന്ന ഇവിടെ, പാൻറ്റിൻ്റെ ഇറക്കത്തിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചോക്കുകൊണ്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമ്മൾ മടക്കി തയ്ക്കേണ്ടത്. ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് തുണി കൂടുതലിട്ടിട്ട് അവിടുന്ന് വേണം പാൻറ്റ് വെച്ച് കൊടുക്കാൻ. അതെന്നോട് ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ഇനി പാൻറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ വരഞ്ഞതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത ഇവിടെ ഈ മടക്കി അടിക്കേണ്ട ഈ ഭാഗത്ത് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ 2 സൈഡും നമുക്ക് ഈ കട്ടിങ്ങിന് ലെവലാക്കി മടക്കിയിട്ട് തെറ്റിപ്പോവാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ വരുന്ന ഈ ഒരു സൈഡും ഇപ്പുറത്ത് ഈ ഒരു സൈഡുമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് യോജിപ്പിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത 2 പീസും വേറെ വേറെ ആക്കി 2 കാലും വേറെ വേറെ വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൽ ഒരു കാലിന് നമുക്ക് പോക്കറ്റ് കൊടുക്കണം. ഒരു കാലിൻ്റെ മുകളിലത്തെ ഈ ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 10 ഇഞ്ച് നീളത്തിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പാൻറ്റിൻ്റെ സൈഡിൽ നിന്നും വെട്ടി മാറ്റിയ പീസിൽ നിന്നും പോക്കറ്റിന് ആവശ്യമുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പോക്കറ്റിന് ഓപ്പണ് നമ്മൾ 10 ഇഞ്ചല്ലേ കൊടുത്തത്. അപ്പോൾ പോക്കറ്റ് വെക്കാനുള്ള തുണി ഒരു 15 ഇഞ്ച് എടുക്കാം. ഇനി പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാം. പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോക്കറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഓപ്പൺ ചെയ്ത ഭാഗത്ത് നമ്മൾ വെട്ടിയെടുത്ത പീസ് ഒരു സൈഡിൽ ഫസ്റ്റ് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ 2 സൈഡിലും വെച്ച് കൊടുക്കുക. പാൻറ്റ് പീസ് നല്ല വശം മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് പിന്നെ പോക്കറ്റിന് വെട്ടിയ തുണി നല്ല വശത്തോട് ചേർത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നല്ല വശത്തിൻ്റെ മുകളിലാണ് നമ്മൾ പോക്കറ്റിൻ്റെ തുണി വെക്കുന്നത്. അത് നല്ല വശത്തോട് ചേർത്തിട്ട് എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അടിയിൽ ഈ ഓപ്പൺ ചെയ്തതിൻ്റെ അടിഭാഗത്തെത്തുമ്പോൾ അവിടെ കത്രിക കൊണ്ട് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കണം. നമുക്ക് ഉള്ളിലേക്ക് മറിച്ചിടാനുള്ളതല്ലേ, അതുകൊണ്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ ഓപ്പണിൻ്റെ ഇപ്പുറത്തെ വശത്തും ഇതേപോലെ ഒരു കഷ്ണം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ല, 2 സൈഡിലും ഇതേപോലെ ഓരോ കഷ്ണം പീസ് ഈ പോക്കറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മറിച്ചിടുക. ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം ഞാനെന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ തുണി ഇതുപോലെ മടക്കിയെടുക്കുക. പോക്കറ്റിൻ്റെ വശങ്ങൾ ഇങ്ങനെ ഒപ്പിച്ച് എടുക്കുക. പാൻറ്റിൻ്റെ കാലിൻ്റെ വശങ്ങൾ ഇതേപോലെ ഒപ്പിച്ച് വെക്കുക. എന്നിട്ട് ഈ പോക്കറ്റിൻ്റെ ഈ വശത്ത് കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചുറ്റിലും സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പോക്കറ്റിൻ്റെ വശങ്ങളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലൂടെ കുറച്ച് ചെറുതായിട്ട് ഒരു സ്റ്റിച്ച് ഇവിടെയും ഇട്ട് കൊടുക്കുക. അവിടെ ഫുള്ള് അടിക്കരുത്, ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗം മാത്രമാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ പോക്കറ്റ് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടിട്ട് ഇവിടെയും അടിഭാഗത്ത് പോക്കറ്റ് നടുവിൽ വെച്ചിടണം. എന്നിട്ട് അടിയിൽ ചെറുതായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ഒരു 2-3 പ്രാവശ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് ഇനി പാൻറ്റിൻ്റെ അടിഭാഗം മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി പാൻറ്റിൻ്റെ അടിഭാഗം നമ്മൾ ഇറക്കത്തിൻ്റെ അവിടെ നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നേരെ ഇതുപോലെ മടക്കുക.
മടക്കിയിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പാൻറ്റിൻ്റെ 2 കാലും ഇതേപോലെ അടിയിൽ മടക്കി അടിച്ചെടുക്കുക. അതിന് ശേഷം 2 പീസും പാൻറ്റിൻ്റെ 2 കാലും നല്ല വശത്തോട് ചേർത്തിട്ട് ഇതേപോലെ വെക്കുക. ഇതേപോലെ വെച്ചതിന് ശേഷം പാൻറ്റിൻ്റെ മുകളിലത്തെ ഭാഗം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പാൻറ്റിൻ്റെ മുകളിലത്തെ ഭാഗം ഈ സൈഡ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇതിപ്പോൾ ഞാൻ ഈ 2 സൈഡും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തിരിച്ചിടാം. ഇതേപോലെ വെച്ചതിന് ശേഷം പാൻറ്റിൻ്റെ ഈ സൈഡിലൂടെ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ഒരേ സ്റ്റിച്ചിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ പാൻറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൂടെ ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ പാൻറ്റിന് നല്ലൊരു ഷേപ്പ് കിട്ടും. 2 കാലിൻ്റെയും ഈ സൈഡിലൂടെ വെറുതെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. വെട്ടേണ്ട ഒന്നും ആവശ്യമില്ല. അതിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ഷേപ്പിൽ നിൽക്കും പാൻറ്റ്. ഇനി പാൻറ്റിന് വേണ്ട ഇലാസ്റ്റിക് ഇതേ രീതിയിൽ പിടിച്ചിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം പാൻറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പാൻറ്റ് തിരിച്ചിട്ടതിന് ശേഷം ഇലാസ്റ്റിക് വെക്കുന്ന പാൻറ്റിൻ്റെ മുകളിലത്തെ ഭാഗത്തെ ഇലാസ്റ്റിക് വെക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ. ഇത് നേർക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഇലാസ്റ്റിക് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ തുണി ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇലാസ്റ്റിക് ഇടയ്ക്കൊന്നിങ്ങനെ തുണീൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ വലിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നോളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ ഈസി ആയിട്ട് വെച്ചെടുക്കാൻ പറ്റും ഇലാസ്റ്റിക്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സ്ലോ ആക്കി പറഞ്ഞത്. പാൻ്റ് അടിക്കുന്ന വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സ്പീഡ് കൂടുതലായതുകൊണ്ട് ചിലർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇത് വളരെ പതുക്കെ കാണിച്ചു തന്നത്. ഇത്രയും വീഡിയോ നീണ്ടത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്ലാണ്ട് പാൻ്റ് അടിക്കുന്ന വീഡിയോക്ക് ഇത്രയൊന്നും നീളത്തിൻ്റെ ആവശ്യമില്ല. അത്രയും പെട്ടെന്ന് കഴിയുന്നൊരു സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.